ഇത് നമ്മൾ മറന്നുപോയ ഒരു പോലീസ് നടനായകൻ്റെ കഥയാണ് പറയുന്നത്. മ്യൂസിക് ഫൈനലായി നമ്മൾ റെക്കോർഡിങ് സമയത്താണ് കുറച്ച് കോലാഹലങ്ങൾ വേടൻ അതിലാവുകയും ചെയ്തത്. അപ്പോൾ അതിനുശേഷം വേടൻ കംബാക്ക് വന്നു. ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്നുകൊണ്ടാണ് ആ വരികൾ എഴുതിയത്. അതെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ സിനിമയുടെ ടോട്ടൽ പൊളിറ്റിക്സ് ആണ്. ആ പാട്ട് മാത്രം കണ്ടാൽ മതി. ആർട്ടിസ്റ്റ് ആണെന്ന് അറിയേണ്ട ഒരു മനുഷ്യൻ എന്ന പരിഗണനയിൽ എനിക്ക് പറയാനൊന്നും എനിക്കറിയില്ല. ഒരാളെ വേഷം വെച്ചോ കളർ വെച്ചോ ജഡ്ജ് ചെയ്യുന്നത്, ആ ജഡ്ജ് ചെയ്യപ്പെടുന്ന ആക്കാണത് പെയിൻഫുൾ ആയിട്ട് വരുന്നത്. ചെന്നായുടെ ഉപ്പായിട്ടുള്ള ആൾക്കാരാണ് മനസ്സിൽ ഇരിക്കേണ്ട സാധനം. ശശികല കഴിഞ്ഞ ദിവസം വേടന്റെ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് പറയുന്നുണ്ട്, ഈ റാപ്പ് അവരോടൊക്കെ മറുപടി പറയേണ്ട കാര്യമുണ്ട്. വേടന് കർണാടക സംഗീതം പാടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വേടന ആ ശബ്ദമില്ല. അപ്പോൾ അവനെ പണി ചെയ്യുന്നതല്ല ചെയ്യാം. நிஜமாவே எனக்கு அண்ணன் தம்பி பிடிக்கல. எங்களுக்கு கிரிட்டிசைஸ் பண்ற ரைட்ஸ் இருக்கு. അല്ലേ? മിന്നലുകളൊക്കെ അതുമാതിരി ഒരു എവിടെ നോക്കിയാലും പിന്നെ അതിൽ ട്രോൾ ചെയ്യാൻ കണ്ടു. എനിക്കത് പത്താലും നീ അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ട്രോൾ വന്നു.